അപ്പോൾ വിശുദ്ധമായ ഓശാന ഞായർ ദിവസമാണ് ഞാൻ കണ്ണൂരുള്ളത്. കണ്ണൂരിൽ തുടർച്ചയായ 3-ാം തവണ മത്സരത്തിലുള്ള മന്ത്രി കൂടിയായ ഇടതുപക്ഷത്തെ കരുത്തൻ ശ്രീ രാമേന്ദ്രൻ കടന്നപ്പള്ളി എന്നോടൊപ്പമുണ്ട്. സാർ നമസ്കാരം. ഇന്നിപ്പോൾ നമ്മൾ കണ്ടുമുട്ടുന്നത് ഈ പള്ളിയുടെ മനോഹരമായ ഒരു വിശുദ്ധ അന്തരീക്ഷത്തിലാണ്. വിശ്വാസികളുമായൊക്കെയുള്ള ബന്ധം, എല്ലാ വിഭാഗങ്ങളുടെ ബന്ധം എപ്പോഴും കാത്തുസൂക്ഷിക്കുന്ന രീതിയിൽ എങ്ങനെയാണ് അതിനെയൊന്ന് താങ്കൾ കാണുന്നത്? അതായത് ഇത് ഞാൻ ഏത് സമയത്തും ക്രൈസ്തവ ദേവാലയങ്ങളിൽ അവരുടേതായ ദിനാചരണങ്ങളിൽ, അതുപോലെ തന്നെ മുസ്ലിം സഹോദരങ്ങളുടെ പുണ്യദിവസങ്ങളിൽ, ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ ആ ദിവസത്തിൻ്റെ പ്രാധാന്യം കൂടി കണക്കെടുത്തുകൊണ്ട് തെരഞ്ഞെടുപ്പാകണമെന്നില്ല. തെരഞ്ഞെടുപ്പതിന് യാതൊരു ബന്ധമില്ല. തെരഞ്ഞെടുപ്പ് ഇത് ഞാൻ സാധാരണ ഇവിടെ വരുന്നത്. ഇവിടെ പാതിരാ കുർബാന കഴിഞ്ഞിട്ടാണ് കൃഷ്ണൻ പോകുന്നത്. 1 മണിക്ക് പോകുമ്പോൾ ചിലപ്പോൾ എന്നെ അറിയിച്ചത്. അത് ഇത് തെരഞ്ഞെടുപ്പായിട്ട് ഈ സന്ദർശനത്തിൽ യാതൊരു ബന്ധവുമില്ല. അങ്ങനെ വരുന്ന ആളുകൾ എന്നെ സമയത്തോളം അതല്ല. ഞാൻ ഇവിടെ ഒരു ദിവസം കണ്ടില്ലെങ്കിലല്ല, ഇന്നത്തെ കണ്ടില്ലല്ലോ എന്ന് പറയും. സ്ത്രീകളും പുരുഷന്മാരെല്ലാം പറയും. വിശ്വാസമുണ്ടോ? ദൈവവിശ്വാസമുണ്ട്. ഈ പ്രയാസഘട്ടങ്ങളിലൊക്കെ ദൈവത്തെ പ്രാർത്ഥിക്കാറുണ്ട്. ദൈവം തന്നെ ഒരു എന്നല്ല, ഇതെല്ലാം കൂടി ഒരു എന്താ പറയുന്നത്, ഇത് പിന്നെ ഒരു ഈ പ്രപഞ്ചത്തിൽ ഒരു അദൃശ്യമായ എന്തോ ശക്തി ചൈതന്യമുണ്ട്. ആ ശക്തി ചൈതന്യം ഉള്ളതുകൊണ്ടാണ് ഓരോ കാര്യങ്ങളും. ഇപ്പോൾ ഈ ശബരിമല വിവാദമൊക്കെ കത്തിക്കാൻ വീണ്ടും UDF ശ്രമിക്കുന്നുണ്ട്. പോറ്റിയെ കയറ്റിയ പാട്ടൊക്കെ വീണ്ടും 2ാം ഘട്ട ആയുധമായി ഉപയോഗിക്കുന്നുണ്ട്. അതൊക്കെ യേശു എന്ന് വിചാരിക്കുന്നുണ്ടോ? അതൊക്കെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പോരാട്ടത്തിൽ അതിന് ആന്തരികമായും ബാഹ്യമായും ഉണ്ടാകേണ്ടത് പ്രബുദ്ധമായ രാഷ്ട്രീയ വിഷയങ്ങളാണ്. രാജ്യത്തെ ജനങ്ങൾ നേരിടുന്ന വിഷയങ്ങളാണ്, സാമ്പത്തികവും സാമൂഹികമായും. അതൊന്നുമില്ലാതെ ഇന്ന് ഒരു വ്യക്തി അത് ഉപയോഗപ്പെടുത്തിയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ അതിലൊരു ഇതാണ് ഒരു വിശുദ്ധ രാഷ്ട്രീയത്തിന് ഭാഗമൊന്നല്ല. അതൊരു ശബരിമലയൊക്കെ ജനങ്ങൾ ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെ അല്ലേ? ശബരിമല ചർച്ച ചെയ്യുന്നത് അതൊക്കെ ചെയ്യും, മനസ്സിലായില്ലേ? ഇത് പങ്കെടുക്കുന്നതും പങ്കെടുക്കാത്തവരും വിശ്വാസം എല്ലാവരും ഉണ്ടാവും. അതുപോലെ സാഹചര്യങ്ങളെ രാഷ്ട്രീയവൽക്കരിച്ച് പ്രയോജനപ്പെടുത്തുക എന്നതല്ലാതെ വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശബരിമലയിലെ വിശ്വാസത്തെ അതിലംഘനം ചെയ്തു എന്ന ഹൃദയവേദനയോടുകൂടിയല്ല, കിട്ടിപ്പോയി ഒരായുധം നിലനിൽക്കാൻ. അതാണ് ശരിക്കും വിശ്വാസികൾക്കൊപ്പം നിൽക്കുന്ന മുന്നണി ഏതാണ്? വിശ്വാസികൾക്ക് മുന്നണി നിൽക്കുന്നതല്ല, ഏത് മുന്നണിക്കകത്തും വിശ്വാസികളുണ്ട്, വിശ്വാസങ്ങളുണ്ട്, മനസ്സിലായില്ലേ? അപ്പം ഞാൻ വിശ്വാസം എന്ന് പറയുന്നത് ഒരു ഉത്കൃഷ്ടമായ മാനുഷികമായ ഭാവമാണ്. അതുണ്ട്. ഞാൻ പള്ളിയിൽ പോകും, മുസ്ലിം പള്ളിയിൽ പോകും, ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ പോകും. അതെല്ലാം പോയി അവിടെ പ്രാർത്ഥിക്കുകയാണ്. അവിടുത്തെ ആചാരങ്ങൾക്കനുസരിച്ച് ഞാൻ ഇവിടുത്തെ എല്ലാ സന്ദർഭങ്ങളും ഈ പള്ളിയിൽ വന്നിട്ട് പോകും. അത് മന്ത്രിയായിരുന്നാലും MLA ആയിരുന്നാലും ഇതൊന്നും അല്ലായാലും ആരായാലും എല്ലാം തന്നെ ഞാൻ അവിടെ ഒരു ഭക്തൻ നിന്നൊക്കെ അവിടെ വന്നു. അതാണ് ഇപ്പോൾ പള്ളിയിലാണെങ്കിൽ ശരി, നബിദിന ദിവസമാണെങ്കിൽ 71 തുടങ്ങിയ തെരഞ്ഞെടുപ്പ് പോരാട്ടമാണ് അല്ലേ? എന്റെ കണക്ക് ശരിയല്ലേ? 45 വർഷം, 46ാമത്തെ വർഷമാണെന്ന് തോന്നുന്നു. 71 26ാമത്തെ വയസ്സിൽ ഏറ്റവും പ്രായം കുറഞ്ഞ പാർലമെന്റ് മെമ്പറായി കാസർഗോഡ് നിന്ന് തോൽപ്പിച്ചത് ചില്ലറക്കാരനല്ല. അതൊക്കെ ആ തെരഞ്ഞെടുപ്പ് കാലമൊക്കെ ഓർമ്മയുണ്ടോ? ഇപ്പൊ നമ്മൾ ഒരുപാട് ജൻസി കാലമാണല്ലോ. പിന്നെ എങ്ങനെയായിരുന്നു അന്നൊക്കെ കാര്യങ്ങൾ? അതൊക്കെ ഇന്നത്തെ മാതിരിയല്ല. സാങ്കേതിക ഭൗതികതയാണ് ഇന്ന്. അത് രാഷ്ട്രീയം പറയുന്നു, രാജ്യത്തെ കാര്യങ്ങൾ പറയുന്നു, മനസ്സിലായില്ലേ? ചോരെഴുത്ത് കൈകൊണ്ട് എഴുതി വെക്കാന്നല്ലാണ്ട് ഇത് ചോരെഴുത്ത് നമ്മൾ സാധാരണ കല്ലൊക്കെ പൊട്ടിച്ചിട്ട് ചോപ്പിന് ഇന്നതൊക്കെ പിന്നെ വ്യവസായവൽക്കരിച്ചില്ലേ, ഫ്ലക്സായി മനോഹരമായി. അന്നൊക്കെ ഞാൻ തന്നെ ഈ ഈ കുമ്മായം മുക്കിയിട്ട് എഴുതിയിട്ടുണ്ട്. കുമ്മായം മുക്കി എഴുതിയാണ് അല്ലേ? അങ്ങനെയൊക്കെ അന്ന് അതൊന്നും ഇല്ല. അന്നത്തെ അതില്ല. അത് വരുന്നു, നടന്നു പോകുന്നു. ഇന്നത്തെ ആലങ്കാരികയൊന്നും വന്നില്ലല്ലോ, ശാസ്ത്രീയ സാങ്കേതിക സൗകര്യങ്ങളൊന്നുമില്ലല്ലോ. ഇത് സാധാരണ മറ്റേ മൈക്ക് ഫോൺ വെച്ചിട്ട് ഇതാ വരുന്നു, സ്ഥാനാർത്ഥി രാമേന്ദ്രൻ കടന്നപ്പള്ളി പറയുന്നു. ഇന്നതല്ലല്ലോ. ഇത് സംഗീതമായി എന്തെല്ലാം ആധുനികവൽക്കരിക്കപ്പെട്ടു. അന്ന് ഇതൊന്നുമില്ല, അതിന് ആവശ്യമില്ലായിരുന്നു. ഞാൻ സ്ഥലത്ത് പോയ സ്ഥലങ്ങളിലൊക്കെ
അമ്മമാരും സ്ത്രീകളും എല്ലാം ഉണ്ടാവും. അമ്മ അവനെ നീ എന്തെങ്കിലും കുടിച്ചില്ല അവനെ ഞാൻ ചോദിക്കാച്ചു. ആ മാതൃത്വത്തിൻ്റെ ഒരു ആത്മഭാവം. അയ്യോ അമ്മേ. അപ്പോൾ എൻ്റെ അച്ഛനെ അറിയുന്നവർ അത് വടക്കൻ ഭാഗത്തുള്ളത്. എൻ്റെ അച്ഛൻ സംസ്കൃത പണ്ഡിതനും ജ്യോതിഷ പണ്ഡിതനൊക്കെ. അപ്പോൾ ഇന്നാളും മോനാന്ന് ഒരിക്കലും അറിയാ. അതല്ലേ നമുക്ക് കാണുമ്പോഴും ഒരു ജനം തോന്നുന്നത്. അമ്മയോട് അച്ഛൻ പറഞ്ഞു. അത് പക്ഷെ ഇപ്പൊ കുറെ മാറ്റം ഉണ്ടല്ലേ, അങ്ങനെ ഒരു പേഴ്സണലായിട്ട് ഒരാളെ കാണുക സംസാരിക്കുന്നൊക്കെയുള്ള പ്രയാസമാണ് ഈ തിരക്കേറിയ. അതൊക്കെ ഇന്നൊക്കെ സാങ്കേതിക ഭൗതികം വന്നില്ലെന്ന്. ആ മാനുഷികമായ ഭാവങ്ങളും ആത്മബന്ധങ്ങളും സ്നേഹാദരങ്ങളൊക്കെ തിരുഭൂതമാക്കപ്പെട്ടില്ലേ വിഷാദ സാങ്കേതിക ഭൗതിക സാഹചര്യങ്ങൾ വന്നതുകൊണ്ട്. ഗാന്ധി മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ശാസ്ത്ര സാങ്കേതിക ഭൗതിക നേട്ടങ്ങൾ മനുഷ്യൻ്റെ ബൗദ്ധികമായ കഴിവുകളെയും ശാരീരികമായ കഴിവുകളെയും നിഷ്ക്രിയമാക്കുന്ന ഒരു സാഹചര്യം അതിങ്ങനെ നേരിടണമെന്ന് ആലോചിക്കേണ്ടി വരുമെന്നാണ് മഹാത്മാഗാന്ധി അന്ന് പറഞ്ഞത്. 80 മുതൽ LDF-നൊപ്പം ഉറച്ചു നിൽക്കുന്ന ഒരാളാണ് അല്ലേ. പിന്നെ അതിനുശേഷം എപ്പോഴെങ്കിലും LDF-നുമായിട്ട് എന്തെങ്കിലും ഒരുപാട് ആളുകൾ ഇപ്പോൾ LDF വിട്ടു പോകുന്നുണ്ട്. ജി സുധാകരൻ പോലും CPM വിട്ടുപോകുന്ന പശ്ചാത്തലമുണ്ട്. അപ്പോൾ അതിലെന്താ അങ്ങനെ അതിനോടൊരു വിശ്വാസം എന്താണ്? അതായത് അന്ന് ഈ LDF ചേരുന്ന സമയത്ത് ആന്റണി മഞ്ഞാണ്ടി എല്ലാം ഉണ്ടായിരുന്നു. ആ ചേർന്ന് നിൽക്കുമ്പോഴാണ് മുന്നോട്ട് പോകുമ്പോഴാണ് ഞാൻ ഈക്കൂറിലെ MLA ആയിരുന്നു. ആ സന്ദർഭത്തിലാണ് ഇങ്ങനെ ഒരാലോചിച്ച് മുന്നണി വിടുക. ഞാൻ പറഞ്ഞു ഞാൻ ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ വോട്ട് വാങ്ങിച്ച് എന്നെ ഇടതുപക്ഷ ജനാധിപത്യ സ്ഥാനാർത്ഥിയായി എന്നെ വിജയിപ്പിക്കണമെന്ന് പറഞ്ഞു. അവർ വിജയിപ്പിച്ചു. അത് കഴിഞ്ഞ് 2 കൊല്ലം കഴിയുമ്പോൾ തോൽപ്പിച്ച അവരുടെ കൂടെ പോയി ജയിപ്പിച്ച കൂട്ടർ തള്ളിപ്പറയുന്ന ഒരു രാഷ്ട്രീയം ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാനൊരു ഗാന്ധി മൂല്യം വിശ്വസിക്കുന്ന ഒരാളാണ്. പ്രതിബദ്ധത, സത്യനിഷ്ഠത. ഞാനിവിടെ ഉണ്ട്, സ്ഥാനമാനങ്ങളൊന്നും ഒരു പ്രശ്നമല്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ തന്നെ നിന്നു. ഒരുപാട് മഹാരഥന്മാരൊക്കെ വിട്ടുപോയി. പക്ഷെ അവിടെ നിന്നു. വന്നപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോയിട്ടില്ല. സ്ഥാനമാനങ്ങളും പദവികളും തർക്ക വിഷയമായി എടുത്തിട്ടില്ല. ഇതൊക്കെ ചില വിശ്വാസങ്ങൾ. ആ വിശ്വാസങ്ങൾക്ക് അടിസ്ഥാനപരമായ ചില ആദർശപരമായ സങ്കല്പങ്ങൾ അതെല്ലാം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. ഈ 26-ാമത്തെ വയസ്സിലൊരു ആവേശം 82-ലും ഉണ്ട് അല്ലെ. തെരഞ്ഞെടുപ്പിൽ എന്താണ് പൊതുപ്രവർത്തനമാണോ ഒരു ആവേശം? എന്താ അങ്ങനെ പൊതുപ്രവർത്തി ജനങ്ങളോട് ബന്ധപ്പെടുക? ജനങ്ങളായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ജനകീയ ഒരു വിശ്വാസങ്ങളും ബന്ധങ്ങളുണ്ടല്ലോ. അത് അവരെ ബന്ധപ്പെടുമ്പോഴാണ് ഒരു ജീവിതത്തിൻ്റെ നിരവധി സങ്കീർണതകളും വ്യാകുലതകളും സന്തോഷങ്ങളും എല്ലാം കൂടി സങ്കരിച്ച് കാണാൻ കഴിയുന്നത്. നമ്മളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ പുസ്തകം വാങ്ങാൻ കഴിയില്ല സാഹചര്യം. കോളേജിൽ പോയി ഉച്ചക്ക് ഭക്ഷണം കഴിച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ജീവിത ദുഃഖങ്ങൾ അറിഞ്ഞ നിങ്ങൾ നേരെ 7-ാം ക്ലാസ്സിൽ ഞാൻ 6-ാം പാസ്സാകുമ്പോൾ ഞാൻ പറയും നിൻ്റെ പുസ്തകം ഒന്ന് പകുതി വിലക്ക് തരണേ എന്ന് പറഞ്ഞ് അങ്ങനെ പകുതി വിലക്ക് തന്നിട്ടുണ്ട്. അച്ഛന്മാർ അവരൊക്കെ സൗജന്യമായിട്ട് തന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പഠിച്ചതാണ്. സ്കൂളിൽ പോകുമ്പോൾ ഉച്ചക്ക് ഭക്ഷണം കഴിച്ചില്ല. ആരും നീ എന്നും കഴിച്ചു എന്നൊരു ഇങ്ങനെ അന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ സങ്കീർണതകളും വേദനകളും പ്രയാസങ്ങളും അറിഞ്ഞു വന്നതുകൊണ്ട് ഇന്ന് ഞാൻ ഏത് പദവിയിൽ എത്തുമ്പോഴും അതൊന്നും ഞാൻ മറന്നിട്ടില്ല. മറക്കാൻ എനിക്ക് കഴിയില്ല. ഈ വലിയ ആഘോഷിക്കപ്പെടാറുമില്ല മന്ത്രിയായിരിക്കുമ്പോൾ. അങ്ങനെ വലിയ മീഡിയ പബ്ലിസിറ്റി അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ തുടർച്ചയായി പത്രസമ്മേളനം നടത്തി പറയുക അതൊന്നും പതിവില്ല. പണ്ട് തൊട്ടേ പതിവില്ലാത്തതാണ്. ആരും ചോദിച്ചാൽ പറയാമെന്നല്ലാണ്ട് വകുപ്പിനെ കുറിച്ച് പോലും അങ്ങനെ കാര്യമായി പത്രങ്ങളിലൊന്നും താങ്കൾ അങ്ങനെ വാർത്താസമ്മേളനം നടത്തിയിരുന്ന കാര്യങ്ങൾ നടത്തി ഒരുപാട് ചില കാര്യങ്ങളൊക്കെ ഒന്നും പറയുന്നല്ലാതെ അതൊന്നും അങ്ങനെ. അപ്പോൾ സ്വാഭാവികമായും പത്രക്കാർ മറ്റുള്ളവരെ കണ്ട് ചോദിക്കുന്നവരെ നമ്മൾ ചോദിക്കാറുമില്ല. എന്താ പത്രക്കാർക്കൊരു എന്തുകൊണ്ടാണ് പത്രക്കാരെ വിമുഖതയുണ്ടോ? വിമുഖത എനിക്ക് വിമുഖതയൊന്നുമില്ല. കാരണം പത്രക്കാരുടെ കണ്ണിൽ ഞാൻ അങ്ങനെ ഒരു സെലിബ്രിറ്റി മന്ത്രിയല്ല. അല്ല അതൊരു ശീലത്തിന്റെ ഭാഗമായിരിക്കും അല്ലേ, പണ്ട് തൊട്ടേ ശീലിച്ചു. ഏത് മാധ്യമമായത് ആ മാധ്യമങ്ങളോട് സ്നേഹവും ബഹുമാനം ആദരവുണ്ട്. ജനാധിപത്യത്തിന്റെ സ്രോതസ്സുകളൊന്നാണ് മാധ്യമം. ആ മാധ്യമ ലോകത്തെ അവഗണിച്ചുകൊണ്ട് ഒരു നേതാവിനും ഒരു ഭരണകൂടത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ വിനീത വിധേയനായി സ്നേഹാദരപൂർവ്വം അവരെ കാണും, സ്നേഹിക്കും, ബഹുമാനിക്കും. പക്ഷെ അവരുടെ ശ്രദ്ധയിൽപ്പെടുന്ന നിലക്കുള്ള വിവാദങ്ങളോ വാക്കുകളോ ഒന്നും പറഞ്ഞ് ഇയാളടുത്ത് പോയപ്പോൾ ഒന്നും കിട്ടൂല അല്ലേ. ഞാനിപ്പോൾ ഒരു LDF കഴിഞ്ഞു വരുന്നു, സ്വയം കഴിഞ്ഞു വരുന്നു. എന്താണ് അതൊക്കെ പറയേണ്ട ആളുകൾ പറയും. അഴിമതിയുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് ഒരു വിഷയമില്ല, ഏത് വിഷയം ചോദിച്ചാലും ശരി. അല്ല, 2 മന്ത്രിയായിട്ടിരുന്നിട്ടും അങ്ങനെ ഒരു ആരോപണം താങ്കളുടെ വകുപ്പുകളിലൊന്നും താങ്കൾ അങ്ങനെ സഹപ്രവർത്തകരെയും അത്തരം കാര്യങ്ങളിൽ നിന്ന് തൊട്ടുപോരെന്ന് പറയും അല്ലേ? എങ്ങനെ? പിന്നെ അതെ
അതാണ് ഗാന്ധി മൂല്യങ്ങൾ. മനസ്സിലായില്ലേ? ഒരുപാട് പേര് കൂടെ നിന്ന് ഒരുപാട് പേര് പാർട്ടി വിട്ടുപോവുകയും അതൊക്കെ ഇതിന്റെ ഭാഗമായിട്ടാണോ? ഇത്തരം പല നിലപാടിന്റെ ഭാഗമായിട്ടാണോ? അവർക്ക് അവരൊക്കെ നിൽക്കുമ്പോൾ രാഷ്ട്രീയം കൊണ്ടിങ്ങനെ നമ്മൾ പോലെ കട്ടൻ ചായ കുടിച്ച് നടക്കണമെന്നല്ല ചിന്തിക്കുന്നത്. ഞാനിപ്പോൾ അന്ന് ഇന്ന് കട്ടൻ ചായ കുടിക്കുന്നു, അതില്ലാത്ത ഒരു റോഷപ്പഴം കൊണ്ട് നമ്മളെ ഇത് ഇതല്ല. അതൊക്കെ ആഘോഷപൂർവ്വം ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും ഉണ്ടാവില്ല. അപ്പോൾ അതിനൊരു നമ്മൾ ഈ വിജയങ്ങളുടെ കാര്യം പറയുമ്പോൾ ഒരുപാട് പരാജയങ്ങളും തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചിട്ടുണ്ടല്ലേ? എങ്ങനെയാ രണ്ടും നേരിടുന്നത്? എങ്ങനെയാണ്? അതൊന്നും ഒരു പ്രയാസമില്ല. അതൊക്കെ ജനങ്ങൾ തീരുമാനിക്കുന്നതല്ലേ. ജനങ്ങളെ അത് നേരിടുക എന്നുള്ളതാണ്. ആദ്യമായി മത്സരത്തിൽ പങ്കെടുക്കുന്ന തന്നെ നിങ്ങൾ പറഞ്ഞു 26-ാം തീയതി കാസർഗോഡാണ്. അവിടെയാണ് ഇതൊരു മഹാരഥനായിട്ട് ഏറ്റുമുട്ടിയിട്ട്. അതൊക്കെ എന്തോ ഒരു വിജ്ഞാതമായ ഒരു ശക്തിവിശേഷമുണ്ട് ഇത് ഡിസൈഡ് ചെയ്യുന്നതിന്. മനസ്സിലായില്ലേ? സ്കൂളിൽ പോകാൻ ഭക്ഷണം കഴിക്കാൻ പറ്റാതെ, പുസ്തകം മേടിക്കാൻ കഴിയാതെ ഇങ്ങനെ ജീവിച്ചൊരു വ്യക്തിയായി ഞാൻ ആദ്യം തന്നെ 26-ാമത്തെ വയസ്സിൽ ഇന്ത്യൻ പാർലമെൻറ്റിൽ അതൊരു ലോകം തന്നെ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കും ആ മഹാലോകത്തെത്തി. ഞാൻ എന്താണിത്? കാസർഗോഡ് സ്ഥിരമായി ജയിച്ചുകൊണ്ടിരുന്നതാണ് പാവങ്ങളുടെ പടത്തലവനായ എ കെ ജി പാലക്കാടേക്ക് പോയിട്ടാണ് സ്വാഭാവിക ഒരു രാഷ്ട്രീയ പോരാട്ടമാകുമ്പോൾ പിന്നെ രാഷ്ട്രീയ പോരാട്ടമാണല്ലോ. അതിൽ വ്യക്തിപരമായ ഒരു അപ്പോഴെല്ലാം സ്നേഹാദരങ്ങൾക്കൊന്നും യാതൊരു കുഴപ്പമില്ല. ഞാൻ വ്യക്തിപരമായ ഒരു പരാമർശം അന്ന് ഇന്നും നടത്താറില്ല എതിരാളികളെ കുറിച്ച്. പിന്നീട് ഈ പരാജയത്തെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അത് ഈ കെ വലിയ സാധനം ഇവരല്ല എന്നെ തോപ്പിച്ചേ. ഈ കെ നർമ്മബോധമുള്ളൊരു അദ്ദേഹം നേരിട്ട് കണ്ടപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ? എങ്ങനെയാണ് അദ്ദേഹം പിന്നീട് കണ്ടുകൊണ്ടിരുന്നത്? ആ ഒരു പരാജയപ്പെടുത്തിയ വ്യക്തി എന്നുള്ള ഫീൽ ഒന്നുമില്ല. ഈ എങ്ങനെയാണ് പിണറായി വിജയൻ 3ാമത് തവണയും കണ്ണൂരിൽ, പിണറായി വിജയൻ വലിയ വിശ്വാസത്തോടെ ഏൽപ്പിച്ചിരിക്കുകയാണ്, മന്ത്രിസഭയിൽ അംഗമാക്കി. പിണറായിയായിട്ടുള്ള ഒരു ബന്ധം അദ്ദേഹത്തെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? ഒരുപാട് വിമർശനങ്ങളും വിവാദങ്ങളും ഒക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ അടുത്ത കാലത്തായി ഈ പൊതുയോഗങ്ങളിലൊക്കെ പ്രസംഗങ്ങളിലൊക്കെ ഉള്ള പരാമർശങ്ങളെക്കുറിച്ചൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. പല പ്രയോഗങ്ങൾ നടത്തുന്നു. പാർട്ടി വിട്ട് സുധാകരനെ അത്തരത്തിൽ വർഗവഞ്ചകൻ, അങ്ങനെ പല പ്രയോഗങ്ങൾ നടത്തുന്നു. അതൊക്കെ അദ്ദേഹത്തിന്റെ ശൈലിയാണ്. എങ്ങനെയാണ് അദ്ദേഹത്തെ അടുത്ത് അറിഞ്ഞൊരാളെന്ന നിലയിൽ? അതായത് ഒരു വ്യക്തിക്ക് ഒരു സമൂഹത്തോടും രാഷ്ട്രീയത്തോടും കുടുംബത്തോടും സ്നേഹിതന്മാരോടുള്ള ഓരോ സമീപനം സർഗാത്മകമായിട്ടുണ്ട്. അത് വ്യത്യസ്തമായിരിക്കും. അതിൽ നിന്നൊരു അത്ഭുതപ്പെട്ടൊരു കാര്യമില്ല. പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ ഒരു ആത്മധൈര്യത്തിൻ്റെ ഒരു ശക്തിയായിട്ടാണ് ആളുകൾ കാണുന്നത്. പറയേണ്ടത് പറയും, ആരുടെ മുഖത്ത് നോക്കിയിട്ട് പറയും, പറയേണ്ട സമയത്ത് പറയും. അത് ലാഭനഷ്ടങ്ങൾ നോക്കിയിട്ട് പറയുന്നതല്ല. അപ്പോൾ പറയും. അത് ഏത് പ്രശ്നമായാലും, ആഭ്യന്തര പ്രശ്നമോ ബാഹ്യമായ പ്രശ്നമോ പൊളിറ്റിക്കൽ എല്ലാം എന്തായിരുന്നാലും അത് തുറന്ന് പറയുന്നൊരു സ്വഭാവ പ്രവണതയാണ്. അത് ഇപ്പോഴും തുടരുകയാണ്. ഈ പരനാറി പ്രയോഗവും രാഷ്ട്രീയ ചട്ടത്തരവും കടക്ക് പുറത്തും ഒക്കെ ഒരു രാഷ്ട്രീയക്കാരന് ഭൂഷണമാണോ? ജനങ്ങൾ അതിനോട് എങ്ങനെയാണ് കാണുന്നുള്ളത്? അതല്ല, അതിപ്പോൾ ഇത് ഞാൻ പറയുന്നത് പത്രക്കാർ അത് മാത്രം എടുത്തങ്ങനെ സത്യം പറഞ്ഞാൽ അതിപ്പോൾ ഒരു പെട്ടെന്ന് പദപ്രയോഗങ്ങളൊക്കെ ചിലപ്പോൾ ബോധപൂർവ്വം അല്ലാണ്ട് തന്നെ അറിഞ്ഞാൽ അതൊക്കെ വരും. സംസാരിക്കുമ്പോൾ ഒരു വാക്കുപിഴ, നാക്കുപിഴ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. പക്ഷെ അദ്ദേഹം പറയുന്നത് അത് വീണ്ടും ആവർത്തിക്കാറുണ്ട്. ഈ രാഷ്ട്രീയ ചട്ടത്തരം എന്നൊക്കെയുള്ള പ്രയോഗം ഞാനത് നാക്കുവഴി അല്ല, മനഃപൂർവ്വം പറഞ്ഞാണെന്ന് ബോൾഡായി പറയാറുണ്ട്. അതിന്റെ ശൈലി അങ്ങനെയാണ്. വ്യക്തികളുടെ ഒരു രാഷ്ട്രീയ നിലപാടും പിന്നെ ഒരു സമീപനം എല്ലാം ഉണ്ടല്ലോ. ഒരു ജന്മസിദ്ധമായ ഒരു സ്വഭാവം. അതിൻ്റെ ഭാഗം എന്നല്ലാണ്ട് അങ്ങനെ അത് പറഞ്ഞുകൊണ്ട് അയാൾ വളരെ ഭീകരനാണെന്ന് ചിത്രീകരിക്കുന്നത് ശരിയല്ല. അയാൾ ഈ പറയുന്ന മാതിരിയൊന്നുമല്ല. അയാൾ നല്ല മാനുഷികമായ ഭാവങ്ങളുള്ള സ്നേഹമുസൃണനായ എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയുന്ന ഒരു വളരെ പുറത്ത് ചിത്രീകരിക്കപ്പെടുന്നത് വളരെ അങ്ങനെയൊന്നുമില്ല. അതൊക്കെ ചില കാര്യം തീരുമാനം എടുക്കുന്നതിന് കാർക്കശ്യം ആവശ്യമാണ്. അല്ലാതെ ഇങ്ങനെ നാട്ടില്ലാണ്ട് ഇങ്ങനെ വെച്ചാൽ അത് ചില കാര്യങ്ങൾ കർക്കശമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടത് പ്രത്യേകിച്ച് സംസ്ഥാനത്ത് മുഖ്യമന്ത്രി എന്ന നിലക്ക് ആ പദവി അലങ്കരിക്കുന്നത് ആവശ്യമാണ്. അല്ലാണ്ട് ഇങ്ങനെ നമ്മളെമാതിരി ഇങ്ങനെ അതും പറയാൻ പറ്റില്ല. അത് ആ പദവിയോടും സ്ഥാനമാനങ്ങളോടും ഉത്തരവാദിത്തത്തോടും നീതി പുലർത്തുന്ന ഒരാളാണെന്നുള്ളതാണ്. പറയേണ്ട കാര്യങ്ങൾ ആരുടെ മുഖത്ത് നോക്കിയിട്ട് അത് തൻ്റെ സ്ഥാനവും പദവിയൊന്നും നോക്കി പിന്നെ എങ്ങനെ ബാധിക്കുന്നില്ല. പറയേണ്ട കാര്യങ്ങൾ പറയാനുള്ള ആത്മധൈര്യം, നട്ടല്, അതാണ് പിണറായി വിജയൻ്റെ കരുത്ത് എന്ന് പറയുന്നത്. ഈ 3ാം തവണയാണ് കണ്ണൂരിൽ മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ 2000-ൽ താഴെയായിരുന്നു ഭൂരിപക്ഷം. അത് ആശങ്കപ്പെടുത്തുന്നുണ്ടോ? ഇത്തവണ കുറച്ചുകൂടെ ടൈറ്റല്ലേ, ഒരു ഭരണവിരുദ്ധ വികാരമൊക്കെ ഉണ്ട് എന്ന് പറയുന്നു. 46 വർഷമായി
ഇടതുപക്ഷ ജനാധിപത്യം ജയിക്കാത്തതായിരുന്നു കണ്ണൂർ. ബഹുമാനപ്പെട്ട പിണറായി സഖാവ് പറഞ്ഞു പാർട്ടി സെക്രട്ടറിയാണ് രാധാപള്ളി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സഖാവ് പറഞ്ഞാൽ എവിടെയായാലും മത്സരിക്കാം. അങ്ങനെയാണ് 46 വർഷത്തിന് ശേഷം ഇടതുപക്ഷ ജനാധിപത്യ സ്ഥാനാർത്ഥിയായി ഞാൻ ജയിക്കുന്നത്. രണ്ടാമത് പറഞ്ഞാൽ അന്നൊരു അബദ്ധം പറ്റിയാണ് അത്. അബദ്ധം പറ്റിയതോ സുബദ്ധം പറ്റിയതോ ആയാലും ശരി, എത്ര വോട്ട് നില കണ്ണൂരിൽ അതുവരെ ഉണ്ടായിരുന്ന രാഷ്ട്രീയ സാഹചര്യം മാറ്റി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു ആസ്ഥാന കേന്ദ്രമാക്കി മാറ്റാൻ കഴിഞ്ഞു തെരഞ്ഞെടുപ്പുകളിലൂടെ എന്നതാണ് ഒരു രാഷ്ട്രീയ മാറ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ളത്. വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൻ്റെ നമ്പറല്ല, ആരും പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ. തോറ്റവരും പ്രതീക്ഷിച്ചിട്ടില്ല, ജയിച്ചവരും പ്രതീക്ഷിച്ചിട്ടില്ല ഈ സംഭവം ഉണ്ടാവുന്നത്. അവിടെയാണ് ഈ മാറ്റമുണ്ടായത്. അപ്പോൾ ഈ മൂന്നാമത്തെ തെരഞ്ഞെടുപ്പിലും ആ സാഹചര്യം രാഷ്ട്രീയ മാറ്റം ഉണ്ടാകും എന്ന് ആത്മധൈര്യത്തോടു കൂടിയാണ്, വിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. സുധാകരൻ്റെ പിണക്കം ഒരു പോസിറ്റീവ് ഘടകമാവോ? അതല്ല, മറുഭാഗത്തുള്ളതല്ല, അത് അവരുടെ ഒരു വിഷയമാണ്. അതൊന്നും ഞങ്ങൾ പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭരണ നേട്ടവും പിണറായി സർക്കാർ നേട്ടങ്ങളും ഞാൻ ചെയ്ത കാര്യങ്ങളും ഇവിടെ 1647 കോടി രൂപയുടെ ഒറ്റപ്രവർത്തനമാണ് ഈ മലയാളത്തിൽ നടത്തിയത്. ആ കാര്യങ്ങളൊക്കെ പറയും. മറ്റേത് പ്രാസംഗികന്മാർ ആരെങ്കിലും പറയുന്നതല്ലാതെ അതൊന്നും നമ്മുടെ പ്രചരണ രംഗത്തെ ഒരു ആയുധമായും ഒരു വാക്പ്രയോഗമായും മാറ്റാൻ ആഗ്രഹിക്കുക. അത് അവരുടേതായ വിഷയങ്ങളുണ്ട്, അത് കൈകാര്യം ചെയ്യുന്നു, അവർ കൈകാര്യം ചെയ്യുന്നു. ഈ പാർട്ടിയിൽ തന്നെ NCP, താങ്കളുടെ പാർട്ടിയിൽ തന്നെ കോൺഗ്രസ് തന്നെ ഒരു മറ്റൊരു രണ്ടാമതൊരു തലമുറ വളർന്നു വരുന്നുണ്ടോ? ഇനിയും ഒരു കരുത്തുള്ള നേതൃത്വം വരുന്നുണ്ടോ? പിന്നെ കേശവനും യൂത്ത് കോൺഗ്രസിനൊക്കെ നേതാക്കന്മാരുണ്ട്. ഒപ്പം ഈ ജയിച്ചാലും തോറ്റാലും ഇനി തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉണ്ടാകുമോ, മത്സരരംഗത്ത് ഉണ്ടാകുമോ? അതൊന്നും ഇപ്പോൾ പറയാൻ കഴിയുന്നില്ല. ഒരു മനുഷ്യൻ രാഷ്ട്രീയത്തിൽ അങ്ങനെ ഇതിനാൽ കഴിയാതെ അതങ്ങനെ പറയാൻ കഴിയുന്നില്ല. ഒരുപാട് സമയമായി. ശരി, വലിയ ഉപകാരം. അപ്പം കുരുത്തോല പെരുന്നാൾ ദിവസമാണ് ഇത്രയും സമയം ചെലവഴിച്ചു. കാരണം തെരഞ്ഞെടുപ്പ് രംഗം കൂടെ ഒക്കെ ആകുമ്പോൾ അത് ഈ പറഞ്ഞ പോലെ ഇത്ര സമയം കളയുക എന്ന് പറയുന്നത് ഞങ്ങളൊരു തെറ്റാ ചെയ്തത്. നിങ്ങൾ പ്രധാനപ്പെട്ട ഒരു ചാനൽ ഇങ്ങനെ പറയുമ്പോൾ അത് നിൽക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. നമ്മുടെ വിലപ്പെട്ട സമയം എന്ന് പറഞ്ഞാൽ നിങ്ങളതും വിലപ്പെട്ട സമയമാണ്, എല്ലാവരും വിലപ്പെട്ട സമയമാണ്. അപ്പോൾ എല്ലാ ആശംസകളും. ഇത്തവണയും നമ്മൾ നിയമസഭയിൽ തിരുവനന്തപുരത്ത് കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു സാർ. ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെയൊക്കെ ഒരു വിശ്വാസവും പ്രാർത്ഥനയും ഒക്കെ ഈ കാര്യത്തിൽ ഉണ്ടാവണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഓക്കെ സാർ, താങ്ക് യു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.